നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ആനി മല്ലുവിന്റെ ഈ ആഴ്ചയിലെ വാർത്താവലോകന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തിറങ്ങിയ നമ്മുടെ ആദ്യ എപ്പിസോഡിന് മികച്ച പിന്തുണയാണ് നിങ്ങൾ നൽകിയത്. പ്രോഗ്രാം ഇഷ്ടമായവർ കൂടുതൽ പ്രേക്ഷകരിലേക്ക് ആനി മല്ലു എത്തിക്കാൻ വീഡിയോ ലിങ്ക് സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഷെയർ ചെയ്ത് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യുക. എന്തായാലും ചെറുതും വലുതുമായ നിരവധി വാർത്തകളാൽ സമൃദ്ധമായിരുന്നു ഈ ആഴ്ചയും. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളുമായി ശ്രീകുമാർ കുറുക്കൻമല നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. നമസ്കാരം, ഞാൻ കുമാർ കുറുക്കൻമല. ഈ ആഴ്ചയിലെ കേരള അവലോകനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ഇലക്ഷൻ കോലാഹലങ്ങൾക്ക് ശേഷം ഈ ആഴ്ച നാടെങ്ങും ജയിച്ചവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകളായിരുന്നു പ്രധാന ചർച്ചാവിഷയം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ച ബി.ജെ.പി. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരു അമ്പല കമ്മിറ്റി തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പരിപാടി പോലെ കളറാക്കിയിട്ടുണ്ട്. ഗണഗീതത്തിന്റെ അകമ്പടിയിൽ ശരണം വിളിയും ജയ് ശ്രീരാം വിളിയും കൊണ്ട് നിറഞ്ഞു നിന്ന വേദിയിൽ ഒരുമാതിരി എല്ലാ പ്രധാന ദൈവങ്ങളും ഭാരതാംബയും പിന്നെ അല്ലറ ചില കാവിലമ്മമാരെയും ഒക്കെ പിടിച്ചാണ് പലരും സത്യപ്രതിജ്ഞ ചെയ്തത്. കൂട്ടത്തിലൊപ്പം മുട്ടി നിൽക്കാൻ ചില കോൺഗ്രസ് കൗൺസിലർമാരും ശരണം വിളിയോടെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി. പക്ഷേ എല്ലാവരെയും ഞെട്ടിയത് കൂട്ടത്തിലെ കൊമ്പൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ബി.ജെ.പി. അംഗത്തിന്റെ സത്യപ്രതിജ്ഞ കണ്ടാണ്. ഒരു പടികൂടി കടന്ന് ആശാൻ സംസ്കൃതത്തിലാണ് പ്രതിജ്ഞ ചൊല്ലിയത്. പണ്ട് റേഡിയോയിൽ കേൾക്കുന്ന സംപ്രതി വാർത്ത ശ്രുയന്താഹെ പോലെ ഒരു അഡാർ ഐറ്റം. മലയാളത്തിൽ വോട്ട് ചോദിച്ചു നടന്ന അണ്ണൻ പെട്ടെന്ന് സംസ്കൃതത്തെ പുൽകിയത് കണ്ട് വോട്ട് ചെയ്തവർ ടെൻഷനിലാണ്. ഇനി വല്ല അപേക്ഷ കൊടുക്കണേലാ സാധുക്കൾ സംസ്കൃതം പഠിക്കേണ്ടി വരുമോ ആവോ. ബൈ ദ ബൈ, ഈ അണ്ണൻ ചൊല്ലിയതൊന്നും അണികൾക്കൊരു തരുമ്പും മനസ്സിലായിട്ടില്ലേലും എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു. ഒരൊറ്റ സായിപ്പും കല്യാണത്തിന് വരാനില്ലെങ്കിലും ഇംഗ്ലീഷിൽ കല്യാണക്കത്തടിക്കുന്ന അതേ പൊങ്ങച്ച് നിറഞ്ഞ പരിപാടിയായിട്ടാണ് തിരുവനന്തപുരത്തെ സംസ്കൃതത്തിലുള്ള സത്യപ്രതിജ്ഞ കണ്ടപ്പോൾ തോന്നിയത്. വോട്ട് ചോദിച്ചു നടക്കുമ്പോഴും ഈ സംസ്കൃത സ്നേഹം കാണിച്ചിരുന്നിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. ഇതിനിടയിൽ നാട്ടിലെ തിരഞ്ഞെടുപ്പ് ചൂട് ഇനിയും വിട്ടുമാറിയില്ല എന്ന വാർത്തയും കേരളത്തിൽ നിന്നും വരുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ കൂടിയ യു.ഡി.എഫിൽ ആര് മുഖ്യമന്ത്രിയാവും എന്ന ചർച്ചകളും ചൂടുപിടിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നടത്തിയ പോരാട്ടത്തേക്കാൾ വലിയ യുദ്ധമാണ് ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. ഈ തണുത്ത ഡിസംബറിലും കേരളത്തെ ചൂടുപിടിപ്പിച്ച മറ്റു വാർത്തകളുമായി ആനി മല്ലു ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്രീമതി അജ രാജലക്ഷ്മി ജോയിൻ ചെയ്യുന്നു. തിന്നാനും സമ്മതിക്കുക. നമസ്കാരം. അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്ന തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചൊരു തീരുമാനമാകാതെ നാട്ടുകാർ വട്ടം തിരിയുന്ന കാഴ്ചകൾ ഇപ്പോഴും നാട്ടിൽ സജീവമാണ്. വിവാദമായ നടിയെ ആക്രമിച്ച കേസിൽ ഏതാനും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടെങ്കിലും കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ച നടൻ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ സജീവമാണ്. അവൾക്കൊപ്പം നിൽക്കുകയും അതേസമയം അവനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ കൂട്ടത്തിൽ വളരെ വ്യത്യസ്തത പുലർത്തുകയും ചെയ്തു. ഇതൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വിധി പുറത്തു വന്ന ദിവസം എക്സ്ക്ലൂസീവ് വാർത്തയുണ്ടാക്കാനായി ദിലീപിന്റെ വീടിന്റെ മുകളിലേക്ക് ഡ്രോൺ പരത്തിയ കേരളത്തിലെ ചില പ്രധാന മാപ്രകളുടെ ഉളുപ്പില്ലായ്മയ്ക്കെതിരെ ദിലീപിന്റെ സഹോദരി കേസ് കൊടുത്തതിന് ജനങ്ങളുടെ ഒറ്റക്കെട്ടായ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഡ്രോൺ ഷോട്ടുകൾ ആവശ്യമില്ലാത്ത ഞങ്ങളുടെ റിപ്പോർട്ടർമാരായ ജിറാഫുകൾ പോലും ഇമ്മാതിരി പരിപാടികൾക്ക് നിൽക്കില്ല എന്ന് ആനി മല്ലു ചാനലിനെ ഉദ്ധരിച്ചുകൊണ്ട് ചീഫ് എഡിറ്റർ കപീഷ് കണ്ടംകുഴി പറഞ്ഞു. ന്യൂസ് ഉണ്ടാകാനുള്ള മാധ്യമങ്ങളുടെ മത്സരം മാധ്യമപ്രവർത്തനത്തിന്റെ സകല വേലികെട്ടും കടന്ന് ആളുകളുടെ സ്വകാര്യതയിലേക്ക് കയറിനിറങ്ങുന്നതിന്റെ മറ്റൊരുദാഹരണമാണ് നടനും സംവിധായകനുമായ ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലും കാണാനായത്. ഒരു മരണവീട്ടിൽ കാണിക്കേണ്ട മിനിമം മര്യാദ പോലും കാണിക്കാതെ മൊബൈൽ ക്യാമറയുമായി മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളുടെ മാനസികാവസ്ഥയ്ക്ക് യാതൊരു പരിഗണനയും നൽകാത്ത മാപ്രകളുടെ ഈ പ്രവണത മാറ്റേണ്ടത് തന്നെയാണ്. എന്തായാലും മനുഷ്യനേക്കാൾ മനുഷ്യത്വം ഞങ്ങൾ മൃഗങ്ങൾക്കുണ്ടെന്ന് ഈ അവസരത്തിൽ പറയാതെ വയ്യ. കൊച്ചി മുസിരിസ് ബിനാലെയുടെ 6ാം പതിപ്പിന് തുടക്കമായി 3 മാസം നീണ്ടുനിൽക്കുന്ന കലയുടെ ഉത്സവത്തിലേക്ക് കാഴ്ചക്കാർ എത്തിത്തുടങ്ങി. 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രശസ്ത കലാകാരന്മാരുടെ കലാസൃഷ്ടികൾക്കൊപ്പം കേരളത്തിൽ നിന്നുള്ള കലാകാരന്മാരുടെ വർക്കുകളും പ്രദർശനത്തിനുണ്ടാകും. മാർച്ച് 31-ന് ബിനാലെക്ക് തിരശീല വീഴും. ഇതിനിടയിൽ ഇലക്ഷൻ പ്രചരണത്തിനായി ഫോർട്ട് കൊച്ചിയിലെ മതിലുകളിൽ മുഴുവൻ നിറഞ്ഞ കട്ടൌട്ടുകൾ കണ്ട് ചില സായിപ്പുമാർ അതും ബിനാലെയിൽ പങ്കെടുക്കുന്ന കലാരൂപങ്ങളായി തെറ്റിദ്ധരിച്ചെന്നും വാർത്തയുണ്ട്.
ഈ ആഴ്ച ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്നത് സിഡ്നിയിലെ ബോണ്ടി ബീച്ചിലുണ്ടായ വെടിവെപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള നടപടികളാണ്. ബോണ്ടി ഭീകരാക്രമണത്തിന് പിന്നാലെ തോക്കുകൾക്കും പ്രതിഷേധങ്ങൾക്കുമെതിരെ ഗവൺമെന്റ് കടുത്ത നിയമങ്ങൾ പാസാക്കി. ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും ശക്തമായ നിയമങ്ങളായാണ് ഇതിനെ കണക്കാക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് വംശീയമായ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഗ്രേറ്റർ സിഡ്നിയിൽ 14 ദിവസത്തേക്ക് പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കും പോലീസ് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേസമയം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനായുള്ള നിരോധനം ഓസ്ട്രേലിയയിൽ നിലവിൽ വന്നു. എന്നാൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ചിലർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കുടിയേറ്റ സൗഹൃദ നേതാവ് നിക് ബോൾക്കസ് അന്തരിച്ചു. ഓസ്ട്രേലിയയിലെ ബഹുസ്വരതയ്ക്കും കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾക്കും വേണ്ടി സംസാരിച്ച പ്രമുഖ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. സിറ്റ് പ്രസംഗ മത്സരത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഫെബ്രുവരി 15 ആണെന്ന് സംഘാടകർ അറിയിച്ചു. നമസ്കാരം. ഈ ആഴ്ചയിലെ പ്രധാന സിനിമാ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ ചലച്ചിത്രപ്രേമികൾക്ക് പുതുപുത്തൻ സിനിമാനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേള അതിഗംഭീരമായി സമാപിച്ചു. ഇത്തവണയും പതിവ് പോലെ വിവാദങ്ങളും പരാതിയുമൊക്കെ ഉണ്ടായിയെങ്കിലും അതിൽ ഏറ്റവും ശ്രദ്ധ നേടിയ വാർത്ത 19 സിനിമകളുടെ പ്രദർശനം തടഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കമാണ്. ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, ബീഫ് എന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന ലൈനിലുള്ള കേന്ദ്രത്തിന്റെ നീക്കം അക്ഷരാർത്ഥത്തിൽ ചിരിപടർത്തി. പറഞ്ഞുവരുന്നത് പ്രദർശനാനുമതി നിഷേധിച്ച ഒരു സ്പാനിഷ് ചിത്രമായ ബീഫ് എന്ന സിനിമയെപ്പറ്റിയാണ്. സത്യത്തിൽ അവർ ഉദ്ദേശിക്കുന്ന ബീഫിന് ഈ ബീഫുമായി ഒരു ബന്ധവുമില്ല എന്നതാണ് വാസ്തവം. ബീഫ് എന്നാൽ സ്പാനിഷ് ഭാഷയിൽ പോരാട്ടം എന്ന അർത്ഥമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടാൻ നടത്തുന്ന ഈ നീക്കങ്ങൾക്കെതിരെ ചലച്ചിത്രപ്രേമികൾ സ്വരമുയർത്തുകയും ഒപ്പം കേരള സർക്കാർ എല്ലാ ഭീഷണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ബീഫ് ഉൾപ്പെടെയുള്ള 19 സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ വാർത്ത മലയാളത്തിന്റെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്തും നടനുമായ ശ്രീനിവാസൻ നമ്മളെ വിട്ടുപോയി എന്നതാണ്. മലയാളിയുടെ നിത്യജീവിതം ശ്രീനിവാസൻ പറഞ്ഞതോ എഴുതിയതോ ആയ സംഭാഷണങ്ങളില്ലാതെ പൂർണ്ണമാവാറില്ല. തളത്തിൽ ദിനേശനും CID വിജയനും തട്ടാൻ ഭാസ്കരനും തുടങ്ങി മലയാളി ഉള്ള കാലത്തോളം പുതുമ നഷ്ടപ്പെടാത്ത നിരവധി കഥാപാത്രങ്ങൾ. മുറിയിലേക്ക് കടന്നുവരുന്ന അച്ഛനെ നോക്കി "അച്ഛനോ? ഞാൻ വിചാരിച്ചു ഏതോ കുത്തക മുതലാളിയാണെന്ന്" എന്ന് സ്വാഭാവികമായി പറയാനും ചിരിപ്പിക്കാനും ശ്രീനിവാസനല്ലാതെ മറ്റാർക്ക് സാധ്യമാവും? അത്ര സ്വാഭാവികമല്ലാത്ത സംഭാഷണങ്ങൾ പോലും സ്വാഭാവികമായി അവതരിപ്പിക്കാനും എഴുതാനും ശ്രീനിയേക്കാൾ മികച്ച ഒരാളും മലയാളത്തിലില്ല. സാധാരണക്കാരന്റെ അപകർഷതകളും നോവുകളും തോൽവിയും പ്രതീക്ഷയും വിജയവുമെല്ലാം ശ്രീനിവാസനിലൂടെ പുറത്തുവരുമ്പോൾ കഥാപാത്രവും കാഴ്ചക്കാരനും ഒന്നായി മാറും. കാരണം ശ്രീനിവാസൻ മലയാളിയുടെ ഒരാകെ തുകയാണെന്ന് തന്നെ കാരണം. ശ്രീനിവാസനും അദ്ദേഹത്തിന്റെ പേനത്തുമ്പിൽ ജന്മമെടുത്ത കഥകളും കഥാപാത്രങ്ങളും ഒരിക്കലും മലയാളിയുടെ മനസ്സിൽ നിന്ന് മായുകയില്ല. മലയാള സിനിമയുടെ ഹാസ്യത്തിന്റെ നിലവാരമുയർത്തിയ മഹാനായ കലാകാരന് വിട നൽകുന്നു. നന്ദി, പ്രിയപ്പെട്ട ശ്രീനിവാസൻ. അപ്പോൾ ഈ ആഴ്ചത്തെ ആനിമല്ലു ഇവിടെ അവസാനിക്കുകയാണ്. ഓസി 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 ഓയ് ഓയ് ഓയ്.